അല്ല, അത് സംബന്ധിച്ച് LDF അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതി ഉണ്ടായിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത്. അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇനി അതിൻ്റെ മേലൊന്നും വിശദീകരണം നടത്തേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാരണമുണ്ട്. പരിമിതിയുണ്ട്, അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പരിമിതി ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ. രാഷ്ട്രീയ പരിമിതിയില്ല. രാഷ്ട്രീയ പരിമിതിയാണെങ്കിൽ രാഷ്ട്രീയം എല്ലാവർക്കും ബാധകമല്ലേ. നയത്തിലൊന്നും പരിമിതിയൊന്നുമില്ല. എങ്ങനെ? അല്ല, അത് കൂടിക്കാഴ്ചയായിരുന്നു. വീട്ടിലേക്ക് വന്ന് കണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമൊന്നുമല്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് പരിശോധിച്ചത്. ഇത്രയും കാലം അതിനെയിരുന്നു. ആ പരിശോധനയുടെ എല്ലാം ഭാഗമായിട്ട് ആണ് ഒരു നിലപാടിലേക്ക് എത്തിയത്. അതിൽ ഈ രണ്ട് ഭാഗവും കൃത്യമായിട്ട് കാണും. ഒരു നടപടിയില്ല, സംഘടനാ നടപടിയല്ലല്ലോ. സംഘടനാ നടപടിയല്ല ഇത്. കാരണം പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സഖാ VP ജയരാജ് ഇപ്പോഴും സംഘടനാ ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ അംഗമാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിലുള്ള സംഘടനാ നടപടിയാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനെപ്പറ്റി മറുപടി കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളിതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം പരിശോധിച്ചിട്ടാണ് ഈ നിലപാടിലേക്ക് എത്തിയത്. ഈ നടപടിയല്ല, ഈ സംഘടന നടപടിയല്ല, ഈ നിലപാടിലേക്ക് എത്തിയത്. ഏതിന്? അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി അംഗമാണല്ലോ ഇത്രയും കാലം. ഇല്ലില്ല, മാറ്റമൊന്നുമില്ല. അല്ല, ഇന്നലെ സെക്രട്ടേറിയറ്റിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ. അത് നിങ്ങളല്ലേ പറഞ്ഞ വാർത്ത? ഓരോ വാർത്തയുണ്ടാക്കി നിങ്ങൾ കൊടുത്തതല്ലേ. അതൊക്കെ എന്താണെന്നുള്ളതൊന്നും സംഘടനാപരമായിട്ടുള്ള കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. തീരുമാനം നിങ്ങളോട് പറയാം. അതറിയാം. നിങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള രീതിയിൽ വരുത്താനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറുപടി പറഞ്ഞതിൻ്റെ മേലെ ചൊറഞ്ഞു കയറിയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി ഒന്നും കൂടി വായിക്കണോ? വേണോ? വേണ്ട, പിന്നെ വെറുതെ വായിച്ചുകൊണ്ടിരിക്കും. PK ശശിയുടെ മേലുള്ള നടപടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. അതിൽ നിങ്ങളല്ലേ കൊടുത്ത വാർത്ത? എന്നോടായിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അത് ശരിയാണ്. അത് പാർട്ടിയല്ലല്ലോ. അതൊക്കെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് എന്തെല്ലാമാണ് ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മളതും കൂടി പരിശോധിക്കാം. അല്ല, അതല്ല പാർട്ടി വിലയിരുത്തുന്നതാണ്. പുറത്ത് പറയേണ്ടത് മാത്രമേ പറയേണ്ടിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളതിൻ്റെ ഉള്ളിൽ കയറി പല കാര്യങ്ങളും ഒരു ദിവസം ഒന്ന് പറയും, രണ്ടാമത്തെ ദിവസം വേറൊന്ന് പറയും, മൂന്നാമത്തെ ദിവസം വേറൊന്ന് പറയും. നിങ്ങളങ്ങനെ പറയുന്നത് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കും, അവസാനിപ്പിക്കുക. അത്രയേ ഉള്ളൂ. പാർട്ടിക്ക് അതിനകത്ത് വേറെ പറയാനില്ല. കൊലക്കേസിൽപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയുണ്ടല്ലേ. നിങ്ങൾ അങ്ങനെ എന്ത് വാർത്തയും കൊടുക്കും. നമ്മളെന്ത് ചെയ്യണം? അതേ വാർത്തകൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നലെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? റിപ്പോർട്ടിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഇന്ന് കൊലക്കാരെയും കൂടി അഭിപ്രായം കേട്ടിട്ട് തീരുമാനിക്കുക. അങ്ങനെയാണോ സംഘടനാപരമായിട്ട് രീതി? തെറ്റായ പോയിന്റാണ് അതെല്ലാം. അതൊക്കെ അതൊന്നും വിശദീകരിക്കാൻ പോകണ്ട. നിങ്ങളതുകൊണ്ട് പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെയും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. ശരിയായ ഇന്നലത്തെയോ? ഏത് തെറ്റായ നടപടി? അതെ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയും ചർച്ച ചെയ്തു, ഇന്നും ചർച്ച ചെയ്തു. അതാ ശരിയായത്.
ആ അതെ ഇത്രയാണ്. ഇല്ലില്ല, ഒരാളും ഇല്ല. ഇല്ല നമ്മൾ അതിൽ കടന്നു കയറേണ്ട കാര്യമില്ല. അവരെ അടുത്ത റിപ്പോർട്ട് വരുമ്പോൾ വന്നോട്ടെ. ആ ഉണ്ടായിക്കോട്ടെ, ഒരു കാര്യമില്ല. ആ കണക്ക് കൂടി പറയാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 151 51 വരെ 152 ഈ രണ്ടെണ്ണം കൂടി വരുമല്ലോ. മറ്റേ ഇവിടുത്തെ രണ്ടെണ്ണം കോൺഗ്രസിന് വരുമല്ലോ. കോൺഗ്രസിന് മൊത്തം പറഞ്ഞല്ലോ ഞാൻ നമ്പർ. ആ CPM ഭൂഷണമാണോ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഭൂഷണം അല്ലാത്തത്? എന്താ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം? എന്നുള്ളതുകൊണ്ട് എന്താ? അതല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹം കുറ്റാരോപിതനായ ഒരാളാണ്. കുറ്റം ആരോപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നീതി നിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചാൽ ഉണ്ടാകുക. രാജിവെച്ചാൽ ധാർമ്മികമായിട്ട് തിരിച്ചു കിട്ടൂല. അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. നിങ്ങളെല്ലാം ഇങ്ങനെ വളരെ വമ്പിച്ച രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിൻ നടത്തുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, MLA സ്ഥാനം രാജിവെച്ചാൽ നിയമപരമായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിനനുസരിച്ച് എല്ലാം മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ? ധാർമ്മികമായിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? അതന്നെയാ പ്രശ്നം. എന്താ അഗ്നിശുദ്ധി വരുത്താണ്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരില്ലല്ലോ. അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പിലൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് നിലപാട് സ്വീകരിക്കാം. നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതുണ്ട്, അതൊന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. പറഞ്ഞോ. യെസ്. പോലീസിനെതിരെയാണ്, SPക്കെതിരെയാണ്. മാത്രമല്ല ഓഫീസിലെ ചില ആളുകൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ADGP MR രാജകുമാർ സംരക്ഷിക്കുന്ന SP പറയുകയും ചെയ്തു. പുറത്തു എങ്ങനെയാണ് പാർട്ടി കാണുന്നത്? ആവശ്യം പരിശോധിക്കാം നമുക്ക്. എന്താ എങ്ങനെയാ നിലപാട്? ഇപ്പം ഇന്നലത്തെ അല്ലേ സംഭവം? ഇന്ന് പരിശോധിക്കാൻ ഇന്നലെ കേട്ടു. നിങ്ങൾ തന്നെ റിപ്പോർട്ടറായി ഞാൻ കൊടുത്തത്. അത് ഞാൻ കേട്ടു. അങ്ങനെയുണ്ട്. അതായത് അത് സംബന്ധിച്ചുള്ള കാര്യം ആവശ്യമായ സമയമെടുത്ത് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടിയാണ്. അതെല്ലാം അതൊന്നും വെറുതെ പറയാണ്. പാർട്ടിക്ക് മേലൊന്നും ഒരാളും വളരില്ല. പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്ക് അപ്പുറം കടക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. അതാണ് പാർട്ടിയുടെ ഒരു നിലപാട്. അല്ലല്ല, അതൊന്നുമല്ല. അത് ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞില്ലേ അത്. പിന്നെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ റിപ്പോർട്ടർ TVയിലുള്ള ആ ഇന്റർവ്യൂ കണ്ടു, ആ ചർച്ചയും കേട്ടു. ആ കേട്ടതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു അഭിപ്രായം ഇപ്പം പറയാൻ സാധിക്കുന്നതല്ല. ആവശ്യമായ പരിശോധന നടത്തി വേണ്ട നിലപാട് സ്വീകരിക്കും. അതിനെയാ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ കണ്ടതാണ്, ഞാൻ പറഞ്ഞല്ലോ. ആ വക നിർത്തി. പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്? അവന് പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെല്ലാം പോലീസിനെ വിമർശിക്കുന്നവരല്ല. ആവശ്യത്തിന് വേണ്ടിയേ വിമർശിക്കാൻ പാടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വിമർശിക്കാം. ആ വിമർശനം പാടില്ല എന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അല്ല, അതെല്ലാം സംഘടനാപരമായിട്ട് അവർ നടത്തിക്കോട്ടെ. പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പ്രതിപക്ഷ നേതാവിന് പവർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ സ്ത്രീ പറയുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം അവർ പറഞ്ഞത്. കോൺഗ്രസ് MLA-മാർ രണ്ടുപേരും അംഗീകാരപ്പെട്ടു. അവരുടെ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അവർക്ക് പറയുന്നത് ശരിയല്ല എന്നൊരു കാര്യം എഴുതിയല്ലോ. പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്തെടുത്ത നിലപാടാണ് നിങ്ങളോട് ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചത്. അതാണ് പാർട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര് ഇല്ലല്ല, രാജിവെക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറഞ്ഞിരുന്നത്? രാജിവെക്കുന്നത് സംബന്ധിച്ച് ഞാൻ തന്നെ പത്രസമ്മേളനത്തിൽ ഇവിടെ തന്നെ പറഞ്ഞതാണ്. രാജിവെക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസും അവർ തീരുമാനിക്കട്ടെ എന്നാണ് പാർട്ടി എടുത്ത നിലപാട്. ഞങ്ങൾ ആ നിലപാട് വേറിട്ട് എന്തെങ്കിലും കാര്യലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന MLA-മാരുള്ളപ്പോഴും കോൺഗ്രസിനോട് നിങ്ങൾ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കാണിക്കുന്ന പോലെ കോപ്രായം കാണിക്കുകയല്ല ചെയ്തത്.
ഓ ന്യായീകരണമല്ല, ഞാൻ വസ്തുതയാണ് പറഞ്ഞത്. എന്ത് ന്യായീകരണം? അത് പ്രതിയാണ്. എല്ലാവരും പ്രതിയാവുന്നത് കുറ്റാരോപിതമാണ്. കുറ്റം ആരോപിക്കുന്നതാണ്, കുറ്റവാളിയല്ല. കുറ്റം ചെയ്ത ആളല്ല. അതാ കാര്യം. ഇനി കുറ്റം ചെയ്തു എന്ന് വന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ നിലപാട് സ്വീകരിക്കാം. മനസ്സിലായോ? രണ്ടും രണ്ടാണ്. കുറ്റാരോപണവും അതുപോലെ തന്നെ കുറ്റം ചെയ്തതും രണ്ടും രണ്ടാണ്. കുറ്റം ചെയ്തു എന്ന് വന്നാൽ ഈ പറഞ്ഞ പോലെ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. എന്താ കാര്യമില്ലാണ്ട് ഹേമ കമ്മിറ്റി വെക്കേണ്ട കാര്യമില്ല എന്നാൽ ഇപ്പം പറഞ്ഞു വന്ന ഈ മുഴുവൻ വിവരവും ഇനി വരാൻ പോകുന്ന എല്ലാ വിവരവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നതാണ്. അത് ഇതിൻ്റെ അകത്ത് ഉള്ളവരായാലും ഇല്ലാത്തവരായാലും വരാൻ പോകുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി വെച്ചത് ഇന്ത്യയുടെ സിനിമാ രംഗത്തെ സ്ത്രീ പീഡനത്തിനെതിരായിട്ടുള്ള ഒരു പമ്പിച്ച പ്രതിരോധമായി. അതാണ് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി വരാൻ പോകുന്ന ഈ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലും ഉണ്ടാവാൻ പോകുന്ന ഏത് ഇത്തരത്തിലുള്ള പീഡന സമീപനത്തിൻ്റെയും മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി. ആര് ഞങ്ങൾ സംരക്ഷിക്കുന്ന പ്രശ്നമില്ലല്ലോ. ആര് സംരക്ഷിക്കുന്നത് മുകേഷിനെ? നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പത്രക്കാർക്ക് CPM സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ട് കടന്നാക്രമിക്കാനാണ് ശ്രമം. അതിന് വഴങ്ങാൻ മനസ്സില്ല. അതന്നെ കാര്യം. അതിന് വഴങ്ങാൻ മനസ്സില്ല. മനസ്സിലായില്ലേ?